ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് കൽപ്പാത്തി രഥോത്സവമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷവും എൻ്റെ ഡെയിമ ലൈഫായിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ആ ഒരു ദിവസത്തെ സംഭവങ്ങളായിട്ട്. ഇന്നും അതേപോലെ കുട്ടി ഡെയിമ ലൈഫായിട്ടാണ് എടുക്കുന്നത്. എനിക്ക് പറ്റിയ സംഭവങ്ങളൊക്കെ ഞാൻ എടുക്കാൻ ശ്രമിക്കാം. പക്ഷെ ഇപ്പോൾ ഇതിലൊന്നും വരാൻ പറ്റുമോ എന്ന് നമ്മൾ സത്യം പറയാനും വിചാരിച്ചിട്ടില്ല. കാരണം 3-4 ദിവസത്തെ എനിക്ക് വയ്യായിരുന്നു, കിടപ്പായിരുന്നു, ഹോസ്പിറ്റലിലൊക്കെ പോയി. അപ്പോൾ പനിയായിട്ട് എന്തായാലും വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഉറപ്പില്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ചുമ മാത്രമേ ഉള്ളൂ. ഇത് കുറച്ച് നല്ലോണം കിടന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ച. പക്ഷെ എൻ്റെ ചുമ എന്നെ സംഭവിച്ചില്ല. രാവിലെ എത്ര ഒരുപാട് നിന്ന് ചുമച്ച് വരും. ചുമച്ചിരുന്നാൽ നമ്മൾ നോർമലി നമ്മൾ എണീക്കാറുണ്ട്. അങ്ങനെ എണ്ണിച്ചു വിചാരിച്ചു. എന്നിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. 7:30 എടുക്കാൻ കിട്ടില്ല. അപ്പോൾ ചെറുതുണ്ടായിരുന്നു, ചെറുതിന് പുറകെ പോയി ഞാൻ എടുത്തില്ല. എപ്പോഴാണ് എല്ലാവരും നല്ല ചേച്ചിയൊന്നും വിളിച്ചിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞപ്പം ഇവിടെ കൽപ്പത്തിലേക്ക് പോകണം. ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ രാവിലെ എണീച്ച് ഇപ്പം ഇവിടുത്തെ ഒരു കാര്യം പറയാം കേട്ടോ. ഈ സമയത്തെല്ലാം എണീക്കണം. 7 മണി ആ ഒരു ടൈമിൽ എണീക്കുക. എണീച്ചിട്ട് കുളിച്ചിട്ട് ഇവിടെ വിചാരം അവിടെ ഇരിക്കുക. ഒരു സത്യക്ക് ഒരു ഡിഫറെൻറ്റ് ഫീലിംഗാണ്. എപ്പോഴും ഇടയ്ക്ക് ടൈമിൽ അങ്ങനെ വരാതില്ല. അപ്പം ഭയങ്കര ട്രാവൽ താമസിച്ച് ഒരുപാട് എന്തെങ്കിലും സംതിങ് ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലുണ്ടെങ്കിൽ ഒരു വർഷം ഇവിടെ വന്നിട്ട് കഴിഞ്ഞ ഡേറ്റ് ഇവിടെ കുട്ടികളെ കളിക്കുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളുടെ ചാരുവേക്കൊന്ന് കാണിച്ചു തരാം. ചാരുവേ ദോ പോന്നു കുഞ്ഞി ചാരുവേ ചാടുവേ. ചാരു മീമി എന്തിയേ? മീമി എന്തിയേ? ഓ തൊടല്ലേ, മീമി കച്ചും ഇതോ പോന്നു. ഞങ്ങൾ കളയിൽ ഇത്തിരി ബിസിയായി. ഐ തൊടല്ലേ, അഴുക്കുന്നത്. പട്ടി കടിക്കുവേ. അപ്പൊ ഞങ്ങൾ എല്ലാരും എവിടെ പോവാ? കൽപ്പാത്തി പോവാണ്. ഇത് ഞങ്ങളുടെ അതിനായി പറയുന്നത്. എല്ലാരെയും കാണിച്ചു. അമ്മയുണ്ട്, മഞ്ജു ചേച്ചിയുണ്ട്, സരിതേച്ചിയുണ്ട്, പിന്നെ ചേച്ചിയും ചന്ദ്രൻ ചേച്ചിയും ഫ്രണ്ടിൽ പോയി. ചാരുവേ ഹായ്. മൈൻഡില്ല. അങ്ങനെ ഫൈനലി വീട്ടിലെത്തി. അപ്പം എല്ലാവരും ഒന്നും വന്നിട്ടില്ല. അമ്മയും സരിതേച്ചിയും മാമിയൊക്കെ അവിടെയാണ്. ഞങ്ങൾ 4 പേരും, ഞാനും ചേച്ചിയും ചന്ദ്രൻ ചേച്ചി ആദ്യമായിട്ട് വന്ന്. കാരണം എനിക്കവിടെ നിൽക്കാൻ വയ്യ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വയ്യാന്ന്. അപ്പം എനിക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. ചെറിയ ജലദോഷത്തിൻ്റെ ഒരിതുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഒന്നാമത് വെയിൽ നിൽക്കാൻ വയ്യ. പിന്നെ കാട് നല്ല വേദനയ്ക്കുണ്ടായിരുന്നു. ഇന്നലെ രാത്രി പോയായിരുന്നു. അപ്പോൾ അതിനെ എന്തായാലും എടുത്തില്ല. ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രി പോയത് എടുത്തില്ല. രാത്രി കുറേ നടന്നു, ഇപ്പോഴും പോയി കുറേ നടന്നു. കാലൊന്നും ഒട്ടും വയ്യ, നല്ല വേദനിക്കുന്നുണ്ട്. അപ്പം എന്തായാലും വീട്ടിൽ വരാമെന്ന് വിചാരിച്ച് വീട്ടിൽ വന്നു. പിന്നെ എന്താ മുകളിൽ വന്ന് റൂമിലൊന്ന് റെസ്റ്റ് എടുക്കുക. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് ചിലപ്പോൾ ഇനിയും പോവും. കാരണം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. എന്നാലും കുറച്ചൊക്കെ ഇതാവട്ടെ എന്ന് വിചാരിച്ചാണ് പോയത്. എപ്പോഴും മേടിക്കാമായിരുന്നു. എന്നാലും നിന്ന് പോകാനൊന്നും എനിക്ക് വയ്യ. എനിക്കങ്ങ് വീട്ടിൽ വന്നോളാൻ വയ്യായിരുന്നു. അപ്പോൾ കുറച്ച് ഇതായിട്ട് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഞാനും ചേച്ചി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നറിയില്ല. ഇനി ഭക്ഷണം കഴിച്ചിട്ട് തീരുമാനിക്കാം. എന്തോന്നതായിരുന്നു, വൃത്തിക്കൊന്നും എടുക്കുവോ, ഒന്നുകൂടെ എടുക്കുവോ? ഞാൻ കുറേ ശരിക്കല്ലേ?